ഞാൻ എപ്പോഴും സാറിനോട് പറയുന്നത് പോലെ നമ്മുടെ വിവാഹം നടന്ന കാര്യം പോലും പലരും അറിഞ്ഞിട്ടില്ല. അമ്മ ഇപ്പോഴും അംഗീകരിച്ചിട്ടുമില്ല. എല്ലാരും അറിയാനായിട്ട് ഗ്രാൻഡ് ആയിട്ടൊരു ഫംഗ്ഷൻ. അത് നടന്നാൽ തന്നെ അമ്മ എന്നെ മരുമകളായിട്ട് സ്വീകരിച്ചു എന്ന കാര്യം എല്ലാരും തിരിച്ചറിയും. അതോടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്നുള്ള നിലയിലുള്ള അംഗീകാരം എനിക്ക് കിട്ടിത്തുടങ്ങും. ഒരു ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും എന്നെ അപമാനിക്കില്ല, പരിഹസിക്കില്ല. എനിക്ക് വേണ്ടി അത്രയെങ്കിലും ഒന്ന് ചെയ്തു തരാൻ സാറിനെ കൊണ്ട് കഴിയില്ലേ? കഴിയും. ഈ കാര്യം ഇന്ന് തന്നെ ഞാൻ അമ്മയോട് സംസാരിക്കാം. വീട്ടിലേക്ക് വിരുന്നു വരുന്നവരുടെ മുന്നിൽ വെച്ച് ഒരു സീൻ വേണ്ട. ഒരു കാരണവശാലും ഈ കാര്യത്തിൽ നമ്മൾ അമ്മയുടെ ഈഗോ ഹേർട്ട് ചെയ്യണ്ട. അങ്ങനെ ചെയ്ത വിപരീത ഫലമാണ് ഉണ്ടാകുക. ദക്ഷയും കൂട്ടരും പൊക്കോട്ടെ. അതിനുശേഷം ശാന്തമായി നമുക്ക് അമ്മയോട് സംസാരിക്കാം. ഫംഗ്ഷൻ നടത്തേണ്ട കാര്യം അമ്മയോട് പ്രത്യേകം പറയണം. ആ കാര്യം ഞാൻ അമ്മയോട് സംസാരിക്കാം. നമ്മുടെ വിവാഹത്തിന്റെ റിസപ്ഷൻ അമ്മയുടെ അനുഗ്രഹത്തോടെ ഇവിടെ നടത്തുകയും ചെയ്യാം. പോരെ? ഇത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം സാറ് പറഞ്ഞതല്ലോ? അല്ല, ആത്മാർത്ഥമായിട്ട് പറയുക. ഈ കാര്യം ഞാൻ അമ്മയോട് സംസാരിക്കാം, സമ്മതിപ്പിക്കുകയും ചെയ്യാം. അമ്മയെ കൊണ്ട് തന്നെ ഞാനത് നടത്തിക്കും. ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? എല്ലാ സാധനങ്ങളും വാങ്ങി ചിന്നു. ഇന്ന് പാചകകാര്യങ്ങൾ ചന്ദ്രാമ്മ നോക്കിക്കോ. ആ സമയം കൊണ്ട് ഞാൻ പുറത്തെ ജോലികളൊക്കെ തീർക്കാം. സാധാരണ ഇങ്ങനെയല്ലല്ലോ ചിന്നു പറയാറ്. ഇന്നെന്താ വലിയ ടെൻഷൻ ഉള്ളതുപോലെ? എന്തു പറ്റി? ആ ദക്ഷയുടെ മുന്നിൽ ചെന്ന് പെടണ്ടെന്ന് വെച്ചിട്ടാ ഞാൻ മാറി നിൽക്കുന്നത്. ഒരു വല്ലാത്ത സ്വഭാവം അവളുടേത്. അല്ലെങ്കിൽ തന്നെ രമാ മാഡത്തിന് എന്നെ ഇഷ്ടമല്ല. ഇനി ഇവളും കൂടെ പ്രശ്നം ഉണ്ടാക്കി അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പുറത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം. ചന്ദ്രമ്മ ഇവിടുത്തെ പാചക കാര്യങ്ങൾ നോക്കിയാൽ മതി. അവിടെ തന്നെ ഇവളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചന്ദ്രമ്മയോട് കോളേജിലെ കഥകളൊക്കെ പറയാറില്ലേ? ആ കഥകളിലെ വില്ലത്തിയായി ദക്ഷ. ചിന്നു പറഞ്ഞതാ ശരി. നീ മുറ്റത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ഔട്ട് ഹൗസിൽ പോയി കുറച്ചേരം വിശ്രമിക്ക. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. മാർക്കറ്റിലെ പൊടി ശരിക്കും വലിച്ചു കയറ്റിയിട്ടുണ്ട്. ഉടനെ ശ്വാസം മുട്ടും വലിവും തുടങ്ങും. ചെല്ല്.